എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു വെക്കേഷൻ ട്രിപ്സ് ആയിട്ടാട്ടോ. ഇപ്പോൾ വെക്കേഷനൊക്കെ ആവാറായില്ല, അതുകൊണ്ട് കുറേ പണിയുണ്ട് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ബുക്കുകളൊക്കെ ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ. ഇപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ച് 2-3 എക്സാം ആയിട്ടേ ഉള്ളൂ, ഇനി എക്സാം ബാക്കിയുണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെയൊക്കെ ബുക്കുകളൊക്കെ ഞാൻ എടുത്ത് വെക്കുക കേട്ടോ. ടെക്സ്റ്റും നോട്ടും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഞാൻ എടുത്ത് വെക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും ഞാൻ കളയാറില്ല കേട്ടോ, അതൊക്കെ ഞാൻ ഫയലിലാക്കി വെക്കും. ഇതിപ്പോൾ എൻ്റെ 8ാം ക്ലാസ്സിലെ ഫയലാണ്. 7ാം ക്ലാസ്സിലേക്ക് വേറെ ഫയൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 8ാം ക്ലാസ്സിലെ ഫയലിലാണ് ഇപ്പോൾ 8ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസർ പേപ്പേഴ്സൊക്കെ വെച്ചിട്ടുള്ളത്, മാർക്ക് ലിസ്റ്റൊക്കെ. ഇനി എനിക്ക് നോട്ട് ബുക്കൊക്കെയാണ് ഒന്ന് സെറ്റാക്കി വെക്കാനുള്ളത്. അപ്പോൾ ചില നോട്ട് ബുക്ക് നോക്കുകയാണെങ്കിൽ പേജ് കഴിഞ്ഞു, 1-2 പേജൊക്കെ ഉള്ളൂ. ചിലതിൽ കുറേ പേജ് ഉണ്ട് കേട്ടോ, നടു പേജൻ്റെ ആയിട്ടില്ല, ബാക്കി കുറേ പേജ് ഉണ്ട്. നമുക്ക് ഇങ്ങനത്തെ ബുക്കൊക്കെ പേജ് കൂടുതലുള്ള ബുക്ക് നമുക്കിപ്പോൾ ജേർണലിനോ ഇല്ലെങ്കിൽ റഫ് ബുക്കായിട്ടൊക്കെ യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അത് ഞാൻ വേറെ എടുത്ത് വെക്കുകയാണ്. പേജ് കുറവുള്ളതൊക്കെ ഞാൻ വേറെ മാറ്റി വെക്കുക കേട്ടോ. ചിലപ്പോൾ ഒരു വ്ളോഗ് കുറച്ച് നീണ്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്, കാരണം വെക്കേഷൻ ആകുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യാറുള്ളതെന്നൊക്കെ ഫുൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ലോങ് ആയി പോകും കേട്ടോ. ശരിക്കും ഞാൻ ഓർത്ത് ഇങ്ങനെ വ്ളോഗ് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇപ്പം ഞാനും ചെയ്യുന്നത്, വേറെ ഡിഫറെൻ്റ് ആയിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ എനിക്കിങ്ങനെ വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോസ് എടുക്കാതെ എഡിറ്റ് ചെയ്യുക, പിന്നെ വോയിസ് കൊടുക്കുക, എനിക്ക് അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടം. അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലേക്ക് ഇടുന്നത്. പിന്നെ ഇപ്പോൾ വെക്കേഷൻ അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വേണേൽ കണ്ടിരിക്കാമല്ലോ. എനിക്കിങ്ങനെ ഡെയിലി വ്ളോഗ് ചെയ്യാനും വേറെ ആൾക്കാരെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കും അങ്ങനത്തെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ നോട്ട് ബുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കുണ്ട് ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊരു കവറിലാക്കി വെക്കാം കേട്ടോ. ടെക്സ്റ്റും പിന്നെ പറഞ്ഞില്ലേ 2-3 പേജുള്ള ബുക്കുകളൊക്കെ ഉണ്ട് പറഞ്ഞോട്ട്, അപ്പോൾ അതും ഈ ഒരു കവറിലാക്കി വെക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ വ്ളോഗൊക്കെ ഇപ്പോൾ ചെയ്യണമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. സ്കൂൾ അടച്ചിട്ട് പോരെന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ സ്കൂൾ അടയ്ക്കുമ്പോഴേക്കും പിന്നെ നമുക്ക് ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് എടുക്കാനുണ്ടാവും, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പിന്നെ ഇതെടുക്കേണ്ടി വരും, പിന്നെ കുറേ ബുക്കുകളൊക്കെ കൂടും ചെയ്യും ആ ടൈമിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഞാൻ എൻ്റെ പഴയ ബുക്ക് കൊണ്ട് ഒരു പുതിയ ബുക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ ജേർണലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വരടാത്ത ബുക്കാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ബയോളജീൻ്റെ ബുക്കാണ് എടുക്കുന്നത്. എന്തായാലും എൻ്റെ പഴയ ജേർണലിൻ്റെ പേജൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ പുതിയ ജേർണൽ ഉണ്ടാക്കിയാൽ നമുക്ക് ആ പേജ് കഴിഞ്ഞ് നമുക്ക് ഇതിലോട്ട് ജേർണലിൽ മാറ്റാമല്ലോ. അപ്പോൾ ഞാൻ ഈ ഒരു ബുക്കിൻ്റെ പൊതിയെ കഴിച്ചിട്ട് A4 വെച്ചിട്ട് പുതുതായിട്ട് പൊതിയാണ്. അപ്പോൾ ഞാൻ ഗ്ലൂ സ്റ്റിക്ക് കൊണ്ട് ഈ ഒരു ബുക്കിൽ ഗ്ലൂ തേക്കുകയാണ്. എന്നിട്ട് ഞാൻ A4 വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്ത് എടുക്കുന്നത്. നമ്മളിതുപോലെ ചെയ്യുമ്പോൾ കടയിൽ നിന്ന് പുതിയ ബുക്ക് വാങ്ങിക്കുന്ന ഒരു ഫീല് കിട്ടില്ല, എങ്കിലും നമുക്കിതൊക്കെ മതി. വെറുതെ പേജ് കളയുന്നേക്കാളും നല്ലതല്ലേ ഇതുപോലെ നമ്മൾ വേറൊരു ബുക്ക് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പം നമുക്ക് ബാക്കിയുള്ള പേജോട് നമുക്ക് യൂസ്ഫുൾ ആവും ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാൻ 2 ഭാഗത്തും 2 A4 വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ബുക്ക് മേക്കർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്യൂട്ടും എസ്തെറ്റിക്കും ഒക്കെ ആക്കാം. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ബാഗ് എടുത്ത് വെക്കുകയാണ്. ഇത് നമുക്ക് ഇനി അടുത്ത കൊടുത്തേക്ക് വേണ്ടു. അപ്പോൾ അടുത്ത കൊടുത്തേക്ക് ഞാൻ ഈ ഒരു ബാഗ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കവറിലാക്കിയിട്ടാട്ടോ വെക്കുന്നത്. അപ്പോൾ ഷെൽഫിൽ വെക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ യൂണിഫോമാണ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ അടുത്ത കൊടുത്തേക്ക് എന്തായാലും ഒരു യൂണിഫോം ചിലപ്പോൾ വാങ്ങേണ്ടി വരും. അപ്പോൾ ഇത് ടൈറ്റ് ഇല്ല, ഇടാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇടാമല്ലോ.
എൻ്റെ ഐഡൻറ്റി കാർഡ് എടുത്ത് വെക്കുകയാണ് ടാഗ്. അപ്പോൾ ഇതും ചിലപ്പോൾ അടുത്ത കൂടത്തേക്ക് വേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ എനിക്കിനി റൂമൊക്കെ ഒന്ന് മേക്ക് ഓവർ ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് റാക്കൊക്കെ. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.